ിരുന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ഓതിയാ പോലും സ്വർഗം കിട്ടുമെന്ന് പറയുമ്പോൾ അതോതാ പോലും മനസ്സില്ലാത്ത ചെറുപ്പക്കാരാ, ഈ സദസ്സിലിരുന്ന് കൊണ്ട് ആരെങ്കിലും ഉസ്താദല്ല ഉസ്താദിന്റെ വാപ്പ പള്ളിക്കുടിയിൽ നിന്ന് എഴുന്നേറ്റ് വന്ന് പറഞ്ഞാൽ എന്റെ തീരുമാനത്തിൽ മാറ്റമില്ലെന്ന് ഈ സ്വർഗത്തിൽ വന്നിരുന്നിട്ട് പോലും നന്നാവാ മനസ്സില്ലാത്ത ചെറുപ്പക്കാരാ, ഈ അഹങ്കാരത്തിന്റെ പ്രതിഫലം പറഞ്ഞു തരട്ടെ, ഈ വാസികളുടെ പ്രതിഫലം പറഞ്ഞു തരട്ടെ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പൊന്നുപോലെ നീ എവിടെ കിടന്ന് മരിച്ചാൽ, നീ പ്രപഞ്ചത്തിന്റെ എവിടെ കിടന്ന് മരിച്ചാൽ, ആ മരിക്കുന്ന സമയത്ത് എത്ര വലിയ കുത്തുബുൽ അക്താബുണ്ടല്ലോ, ഏത് ഔലിയ വന്ന് നിന്നോട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാൽ അത് പറയാ നിന്നെ കൊണ്ട് കഴിയില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാന്റെ ഖുർആനിലെ ഒരായത്ത് ഓതിയ സ്വർഗം കിട്ടുമെന്ന് പറഞ്ഞിട്ട് പോലും എനിക്ക് നന്നാവാൻ മനസ്സില്ല, ഞാൻ ഇങ്ങനെ നടക്കൂ എന്ന് പറഞ്ഞ് അഹങ്കാരത്തോടെ അള്ളാനെ മറന്ന് ആരെങ്കിലും ഇരുന്നിട്ടുണ്ടെങ്കിൽ നിന്റെ ഈ വാശിക്കുള്ള പ്രതിഫലം നീ മരിക്കണ സമയത്ത് ആര് നിനക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞു തന്നാലും ഈ നാക്കു പൊങ്ങൂല്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. എന്തേ വിശ്വസിക്കാൻ മടിയുണ്ടോ? ബുഖാരിയും മുസ്ലിമും ഒന്നും നോക്കണ്ട, അള്ളാന്റെ ഖുർആൻ പറയുന്നു നിന്റെ അവസാന വാക്കെന്താന്ന് അള്ളാന്റെ ഖുർആൻ പറയും. അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറയുന്നു നീ ചാകണ സമയത്ത് പറയുന്ന വാക്കെന്താ? അള്ളാഹുവിന്റെ ഖുർആൻ പറയുകയാ, എവിടെയെങ്കിലും കിടന്ന് റോഡിലാടോ വാഹനത്തിലാടോ വീട്ടിലാടോ അറിയില്ലല്ലോ എന്റെ പ്രിയമുള്ളവരെ, എവിടെ കിടന്നാണ് മരിക്കുന്നത്? ആ മരിക്കാൻ കിടക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു നല്ല മനുഷ്യനുണ്ടല്ലോ, അല്ലെങ്കിൽ മക്കളുണ്ടല്ലോ, എവിടെയെങ്കിലും ഏതെങ്കിലും വഅദുൽ ഉസ്താദന്മാരെ പറയുന്നത് കേട്ടിട്ട് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടന്ന് വലിക്കുന്ന നിന്റെ ചാരത്ത് വന്ന് ലാ ഇലാഹ എന്ന് പറഞ്ഞു തരുമ്പോ നീ തിരിച്ചു പറയുന്ന വാക്ക് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വശഹിദു അലാ അൻഫുസിഹിം അന്നഹും കാനൂ കാഫിരീൻ. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, പടച്ചവൻ ചെയ്തു തരുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചിട്ട് പടച്ചവനെ പുറങ്കാല് കൊണ്ട് തട്ടിക്കെട്ട് ദുരിയാവിന്റെ തുരിക്ക് മുകളിലൂടെ അഹങ്കാരികളെ പോലെ ധിക്കാരികളെ പോലെ മറ്റുള്ളവരുടെ കൂടെ നടക്കുന്ന മുസ്ലിമേ, നീ മരിക്കുന്ന സമയത്ത് അവസാനമായി പറയുന്ന വാക്കെന്തെന്നറിയുവോ? അന്നഹും കാനൂ കാഫിരീൻ. ഞാനൊരു കാഫിറായിട്ടാ ചാകുന്നതെന്ന് നിന്റെ നാവ് കൊണ്ട് പറഞ്ഞിട്ടേ മരിക്കൂ എന്ന് അല്ലാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ. അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. എന്റെ പ്രിയമുള്ളവരെ, ഒറ്റ ഒരായത്ത് തീരുമാനിച്ച് നിങ്ങൾക്ക് കിട്ടുന്ന പ്രതിഫലം കൂടെ പറയാം. അല്ലാഹുവിന്റെ ഖുർആനിലെ ഒരായത്ത് ഓതാൻ തീരുമാനിച്ച് നിനക്ക് കിട്ടുന്ന പ്രതിഫലം മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, അല്ലാഹു ഒരു ദിവസം പോലും നിന്നെ ഈ ദുനിയാവിലിട്ട് നരകിപ്പിക്കത്തില്ലെന്ന് നബിയുനാ റസൂലുള്ളാഹി. കിടന്ന് മലമൂത്ര വിസർജനം നടത്തി ഭാര്യ ആഗ്രഹിക്കുന്ന ഇയാളൊന്നും തീരുന്നില്ലല്ലോ, മക്കൾ ആഗ്രഹിക്കാൻ മനുഷ്യനെന്ന് അറദുൽ ഉംറ എന്ന അവസ്ഥയെ തൊട്ട് അല്ലാഹു നിന്നെ കാക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം. രണ്ടാമത്തെ പ്രതിഫലം എന്തേ? മഹാനായ അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മഹുല്ലാഹ് പറഞ്ഞു തരികയാ, അല്ലാഹുവിന്റെ ഖുർആനിനെ സ്നേഹിച്ച, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം അറിയുമോ? എത്രയോ ആൾക്കാര് ചെർക്കളയിൽ മരിച്ചല്ലോ, വെള്ളിയാഴ്ച രാവിലെ മരിച്ചിട്ട് ഈ പള്ളിക്കകത്ത് കൊണ്ടുവന്ന് നിസ്കരിച്ചിട്ട് ജുമഅയ്ക്ക് മുമ്പ് എത്രയോ പേരെ ഖബറടക്കിയല്ലോ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, മഹാനായ അബൂ ഹാമിദുൽ ഗസ്സാലി റഹ്മഹുല്ലാഹ് പറയുകയാ, അല്ലാഹുവിന്റെ ഖുർആൻ ഓതിയാ കിട്ടുന്ന രണ്ടാമത്തെ പ്രതിഫലം ആ മനുഷ്യൻ അല്ലാഹു നല്ല മരണം കൊടുക്കുമെന്ന് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എത്രയോ നല്ല ആൾക്കാരുടെ മയ്യത്ത് കൊണ്ട് ഖബറടക്കിയല്ലോ, നിനക്കും അങ്ങനെ പോകണ്ടേ വാപ്പാ,
എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മാർച്ച് മാസം അവസാനം ഉംറയ്ക്ക് പോയവരാ. മാർച്ച് മാസത്തിൽ ഉംറയ്ക്ക് പോയി പടച്ചവരെ വ്യാഴാഴ്ച രാവിലെ അല്ലാഹുവേ അസർ നമസ്കാരത്തിന്റെ തൊട്ട് മുമ്പ് സഫയുടെയും മർവയുടെയും ഇടയിൽ ഞാൻ നടന്നുകൊണ്ടിരിക്കുമ്പോ അല്ലാഹുവേ ഒരു ചെറുപ്പക്കാരൻ ഫോൺ വന്നു ഉമ്മ വിളിച്ചു, പൊന്നുമോരെ എനിക്കൊന്ന് നിന്നെ കാണണം. ആ ചെറുപ്പക്കാരൻ ഓടുകയാ. ഗൾഫിൽ വന്നിട്ട് ഒരു വർഷമായി. ഉമ്മ രാവിലെ വൈകുന്നേരം വിളിച്ചിട്ട് പറഞ്ഞു, മോരെ നിന്നെ എനിക്കൊന്ന് കാണണമെന്ന് വരുവോ? പിറ്റേ ദിവസം വ്യാഴാഴ്ച രാവിലെ ആ പൊന്നുമകൻ ളുഹറിന്റെ സമയമെത്തിയപ്പോ പള്ളിയിലെത്തി. എന്തായാലും വന്നല്ലോ. ആയിഷ പള്ളിയിൽ പോയിട്ട് ഇഹ്റാം കെട്ടിയിട്ട് ഉംറയുടെ നിയ്യത്ത് ചെയ്തിട്ട് വന്ന് ഉംറ ചെയ്തു. സഭയുടെയും മർവയുടെയും ഇടയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോ ഉമ്മ വിളിച്ചു, നിന്നെ ഒന്ന് കാണണം. കഅബാലയത്തിന്റെ ക്ലോക്ക് ടവറിന്റെ താഴെ നിൽപ്പുണ്ട്. ഈ ചെറുപ്പക്കാരൻ പെട്ടെന്ന് ഓടുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഞാനെല്ലാം കഴിഞ്ഞിട്ട് ഉംറ കഴിഞ്ഞിട്ട് ഇറങ്ങി പോകുമ്പോ പെട്ടെന്ന് ഞാനും പുറകിലും ഓടിപ്പോയി. ഓടിച്ചെല്ലുന്ന സമയത്ത് പടച്ചവരെ, ഉമ്മയുടെ കയ്യിൽ പിടിച്ച് 10 മിനിറ്റ് നടക്കാനുള്ള ഭാഗ്യം കിട്ടി. ആ പൊന്നുമകന് 10 മിനിറ്റ് നടന്നു കഴിഞ്ഞപ്പോ ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ ശരീരം തളരുന്നു. ഉമ്മ പറഞ്ഞു, പൊന്നുമോനെ ശരീരം തളരുന്നു. ആ പൊന്നുമോൻ പെട്ടെന്ന് ഉമ്മാനെ മടിയിലേക്ക് കിടത്തുകയാ. കഅബാലയത്തിന്റെ മുറ്റത്ത് പൊന്നുമോന്റെ മടിത്തട്ടിൽ ഉമ്മ കിടക്കുകയാണ്. ആ സമയത്ത് എല്ലാവർക്കും മനസ്സിലായി മരണത്തിന്റെ സമയമായി. എന്റെ പ്രിയമുള്ളവരെ, ഒരു ചെറുപ്പക്കാരൻ ഓടിച്ചെന്ന് സംസം വെള്ളം എടുത്തുകൊണ്ട് ഓടി വരികയാ. മടിത്തട്ടിൽ കിടക്കുന്ന ഉമ്മയുടെ വായിലേക്ക് സംസം വെള്ളം ഇങ്ങനെ ഒഴിക്കാൻ കൊണ്ടുപോകുമ്പോ ആ പ്രായമുള്ള ഉമ്മ പറയുന്നു, മോനെ എനിക്ക് സുന്നത്ത് നോമ്പാ. അല്ലാഹുവേ, ഞാൻ ഈ പറയുന്നത് 1400 വർഷങ്ങൾക്കുള്ള മുമ്പുള്ള സഹാബി വനിതയുടെ കഥയല്ല. നമ്മളെ പോലെ ജീവിച്ചവര് പാവപ്പെട്ട ഉമ്മ, അള്ളാന്റെ കഅബാലയത്തിൽ വന്നിരുന്ന് എത്രയോ ഖത്തബോധി തീർത്ത ഉമ്മ, വെള്ളിയാഴ്ച രാവിലെ സുന്നത്ത് നോമ്പ് പിടിച്ചിട്ട് ഉംറ ചെയ്തിട്ട് ഇറങ്ങി വരുന്ന വഴിയിൽ മരണത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ വെള്ളം കൊണ്ട് വായിലൊടിക്കാൻ പോകുമ്പോ, മോനെ സുന്നത്ത് നോമ്പാ, മോനെ സുന്നത്ത് നോമ്പാ. പിറ്റേ ദിവസം ജുമുഅയ്ക്ക് മുമ്പ് ആ ജുമുഅ നിസ്കാരം കഴിയുമ്പോ ആ ഉമ്മയുടെ ജനാസ കൊണ്ടുവന്നിട്ട് ലക്ഷക്കണക്കിന് പേര് മയ്യത്ത് നിസ്കരിക്കുമ്പോ ഈ രാത്രി കടന്നു വന്നവരെ ജീവിക്കുന്നത് അതിനു വേണ്ടിയല്ലേ? ഈ കടന്ന് കഷ്ടപ്പെടുന്നതും എല്ലാം ചെയ്യുന്നത് ഒരു നല്ല മരണത്തിന് വേണ്ടിയല്ലേ? അള്ളാന്റെ ഖുർആൻ ഓത് പൊന്നുമോരെ, നിനക്ക് നല്ല മരണം കിട്ടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ. മൂന്നാമത്തെ പ്രതിഫലം പറയട്ടെ ചെറുപ്പക്കാരാ, മൂന്നാമത്തെ പ്രതിഫലം പറയട്ടെ ചെറുപ്പക്കാരാ. എല്ലാരും വരുന്ന ഒരു ദിവസമുണ്ടടാ, ചെർക്കള പള്ളിയുടെ മിനാരത്തിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചെന്ന് വിളിച്ചു പറയുമ്പോ നിന്റെ ശത്രു പോലും നിന്നെ കാണാ വരും ചെറുപ്പക്കാരാ. വീടിനകത്ത് വെള്ള തുണിയിൽ പുതച്ച് കിടത്തിയിരിക്കുന്ന നിന്നെ കാണാ. ഈ വഅദ് പറയുന്ന സിറാജുണ്ടല്ലോ, ഇന്നീ നിപ്പിലിവിടെ വീണങ്ങ് ഞാനങ്ങ് മരിച്ചാ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ, എന്നെ സ്നേഹിക്കുന്നവരുണ്ടല്ലോ. ഖാലിദ് കൈലപ്പം കരുണ കാണിച്ചിട്ട് ഒരു ആംബുലൻസ് വിളിച്ച് വെള്ള പൊതിയിൽ തുണിയിൽ പൊതിഞ്ഞെന്റെ വീട്ടിൽ എന്റെ മയ്യത്തൊന്ന് തിക്കുവല്ലോ. എന്റെ ഉമ്മ കരയുകയാ, എന്റെ കൂടപ്പിറപ്പുകൾ കരയുകയാ, എന്റെ ഭാര്യ കരയുകയാ, എന്റെ പൊന്നുമോ സിനാ വന്നിട്ട് ഉപ്പാ എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാവരും എന്റെ മയ്യത്തിന്റെ മുന്നിൽ നിന്ന് പൊട്ടിക്കരയുമ്പോ വെളിയിൽ നിന്നിട്ട് നിങ്ങൾ പറയും ഇന്നലെയും മരണത്തെ കുറിച്ച് പറഞ്ഞവരാ. എല്ലാവരും നിറകണ്ണുകളോടെ മയ്യത്ത് കാണാൻ വരും. എന്നിട്ട് മുഖത്തിട്ടിരിക്കുന്ന വെള്ള തുണി അങ്ങോട്ട് ഉയർത്തുമ്പോ ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ, ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ. എടാ വാശി വേണം ചെറുപ്പക്കാരാ. നിന്റെ ഉമ്മ എപ്പോഴും വലിയ അന്തസ്സോടെ പറയുമല്ലോ, മരണവേദനയുടെ വേദന
ഇത്രയും നൊന്താ നിന്നെ ഞാൻ പ്രസവിച്ചതെന്ന്. ഉമ്മ പറയുന്നത് സത്യമാ, ഉമ്മ പറയുന്നത് സത്യമാ. പക്ഷേ പ്രസവിച്ച ഉമ്മയോട് ഞാൻ ചോദിക്കട്ടെ, എത്ര വേദന സഹിച്ചവളാണെങ്കിലും കരഞ്ഞവളാണെങ്കിലും നിന്റെ കുഞ്ഞിനെ ആദ്യമായിട്ട് കണ്ടപ്പോ ഉമ്മാ നിന്റെ മുഖത്ത് വല്ലാത്ത ചിരിയായിരുന്നില്ലേ? വാപ്പ ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിൽ ടെൻഷൻ അടിച്ച് കരഞ്ഞു ദുആ ചെയ്തുകൊണ്ട് നടക്കുകയാ. ആ സമയത്തൊരു വെള്ള തുണിയിൽ നേഴ്സ് കൊണ്ടുവന്നിട്ട് ഇത് നിന്റെ മോനാന്ന് കാണിക്കുമ്പോ നമ്മുടെ വാപ്പയും ചിരിച്ചു മോനെ, നമ്മുടെ ഉമ്മയും ചിരിച്ചു മോനെ. ആ സമയത്ത് ഞാനും നിങ്ങളും കരയുകയായിരുന്നു, ഞാനും നിങ്ങളും കരയുകയാ. ചോരക്കുഞ്ഞായ നമ്മൾ കരഞ്ഞപ്പോ വാപ്പയും ചിരിച്ചു, ഉമ്മയും ചിരിച്ചു. ആരും നിന്നോട് കരുണ കാണിച്ചില്ല. അന്തല്ലദീ വലദത് ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യദ്ഹകൂന സുറൂറാ വജ്ഹദ് ലിനഫ്സിക അൻ തകൂന ഇദാ ബകൂ ഫീ ഹാലി മോനെ, എല്ലാരും കരയുന്ന ദിവസം ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ? വാപ്പ കരയും, ഉമ്മ കരയും, കൂടപ്പറപ്പം, കൂട്ടുകാരും, അയൽവാസികളും, നാട്ടുകാരും എല്ലാവരും നീ മരിച്ച ദിവസം നിന്ന് കരയുമ്പോ ഏറ്റവും വലിയ കരച്ചല് ഏത് കരയാത്തവനും കരയുന്ന ഒരു സമയമുണ്ടല്ലോ, മയ്യത്ത് കെട്ടിലിനകത്തേക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ജനാസ വീടിന്റെ വെളിയിലിറക്കുമ്പോ ക്ഷമ വിട്ട ഉമ്മയും പൊന്നുമകനെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ. മക്കളെ പോവുകയാണോ, ഉമ്മാന്റെ മുമ്പേ പോവുകയാണോ എന്നാണടാ നിന്നെയൊന്ന് കാണുന്നത്. ഉമ്മ വാപൊട്ടി കരയുന്ന ദിവസം, അലയറയിട്ട് കൊണ്ട് ഭാര്യ കരയുന്ന ദിവസം, വാപ്പാ എന്ന് വിളിച്ചുകൊണ്ട് മക്കൾ കരയുന്ന ദിവസം, പച്ച തുണികളുടെ മുകളിൽ ഇരുന്നിട്ട് ചിരിക്കണ്ടേ ചെറുപ്പക്കാരാ? അല്ലാഹുവിന്റെ ഖുർആനോത് പൊന്നുപോലെ മൂന്നാമത്തെ പ്രതിഫലമെന്ത്? ചെർക്കള പള്ളിയിലേക്ക് നിന്റെ ജനാസ റോഡിലൂടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ചുമന്നുകൊണ്ട് വരുമല്ലോ. ആര് ചുമക്കണം ചെറുപ്പക്കാരാ? വാപ്പാ നിന്റെ ജനാസ ആര് ചുമക്കണം? വാപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മഗ്‌രിബ് മുതൽ രാത്രി 10:30 വരെ ടിവിയുടെ ഫ്രണ്ടിൽ പെറ്റി കിടക്കുന്ന പെണ്ണ്, ആരാ പൊന്നുപോലെ? നീ മരിച്ചാൽ ആര് കരയും പെണ്ണ്? നീ മരിച്ചാൽ ആര് കരയും പെണ്ണ്? അല്ലാഹുവിന്റെ ഖുർആനോദിയ ആ മനുഷ്യന്റെ മയ്യത്ത് ചുമക്കുന്നതാരാ? മലക്കുകൾ അവന്റെ ജനാസ ചുമക്കും. മോരേ മയ്യത്ത് കെട്ടില് തോളിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ചെർക്കളപ്പള്ളിയിലേക്ക് നിന്റെ ജനാസ മലക്ക് ചുമക്കുകയാ. അഞ്ചാമത്തെ പ്രതിഫലമെന്ത്? അഞ്ചാമത്തെ പ്രതിഫലമെന്ത്? നിന്നെ അടക്കാ കബറ് കുടിക്കാറ്, നിന്നെ അടക്കാ കബറ് കുടിക്കാറ്. കബറ് കുടിക്കുന്ന മനുഷ്യൻ ചെർക്കളപ്പള്ളിയുടെ പടി കിടക്കുമ്പോ അല്ലാഹുവേ ഇവിടത്തെ പള്ളിക്കാട് കിടന്ന് തമ്മിലടിക്കുകയാ. നിന്റെ മക്കള് സ്വത്തിന് വേണ്ടി വീട്ടിൽ കിടന്നടിക്കുമ്പോ പള്ളിക്കാട് പരസ്പരം തമ്മിലടിക്കുന്നു. എന്തിനു വേണ്ടിയാ? ആ മനുഷ്യന്റെ ശരീരം എനിക്ക് വേണം, ആ മനുഷ്യന്റെ മയ്യത്ത് എന്റെ വയറ്റിനകത്ത് വെക്കണമെന്ന് പറഞ്ഞിട്ട് പള്ളിക്കാട് തമ്മിലടിക്കുമെന്ന് ത്വാഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള്. ആറാമത്തെ പ്രതിഫലം, ഈ പള്ളിയിലെ കബറ് കുടിക്കുന്ന മനുഷ്യൻ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാകുമല്ലോ. ഇവിടെ കബറ് കുടിക്കുന്ന മനുഷ്യൻ ഈ സദസ്സിലുണ്ടാകുമല്ലോ. അടുത്തൊന്ന് കൈപിടിച്ചിട്ട് ചോദിക്കുമോനെ, വാഴ് കഴിഞ്ഞ് പോകുമ്പോ ആ മനുഷ്യനോട് ചോദിക്കണം, ഉപ്പാ ആർക്കെങ്കിലും വേണ്ടി കബറ് കുടിച്ചപ്പോ മണ്ണിന് വല്ല സുഗന്ധവും ഉണ്ടായിരുന്നു? ചെർക്കളപ്പള്ളിയിൽ കബറടക്കാ കുടിവെട്ടിയപ്പോ ആ മണ്ണിന് വല്ല സുഗന്ധവും ഉണ്ടായിരുന്നു? എന്റെ ചെറുപ്പക്കാരാ, എന്റെ
എന്റെ ചെറുപ്പക്കാരാ, ഓരോ സിനിമാ താരങ്ങളുടെ പടമിറങ്ങുമ്പോഴും അവന്റെ പുറകിൽ നടക്കുന്ന പൊന്നുപോരെ, വെള്ളിയാഴ്ച ജുമാഇന്റെ സമയത്ത് തിയേറ്ററിന്റെ ഫ്രണ്ടിൽ നിന്ന് ക്യൂ നിൽക്കുന്ന പൊന്നുപോരെ, നിന്റെ കബറിന് വേണ്ടി നിന്നെ അടക്കാ പള്ളിയിൽ കൊണ്ടുവന്ന് കുഴിച്ചിടാ കുഴിയെടുക്കുമ്പോ അതിനകത്ത് നിന്ന് സുഗന്ധവടിക്കുവോ ചെറുപ്പക്കാരാ? അവിടെ നിബിൻ പോളി വരുമോ പൊന്നുമോനെ? അവിടെ ദുൽഫക്കർ വരുമോ പൊന്നുമോനെ? എടാ ചെറുപ്പക്കാരാ, അള്ളാന്റെ റസൂല് പറയുകയാണ്, അള്ളാന്റെ ഖുർആനിനെ സ്നേഹിക്കുന്നവനുണ്ടല്ലോ, ഖുർആൻ ഓതുന്നവനുണ്ടല്ലോ, അവന് കബർ കുഴിക്കുന്ന സമയത്ത് മണ്ണിന് പോലും സുഗന്ധമാണ്. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട സഹാബി മഹാനായ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, പാതിരാത്രി ഒരുമിച്ച് കൂടിയ ചെറുപ്പക്കാരാ, ഒരു നല്ല നായകനെ ഞാൻ നിനക്ക് പറഞ്ഞു തരാം പൊന്നുപോലെ. സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു 30ാമത്തെ വയസ്സിൽ മുസ്ലിമായി, 4 വർഷമാണ് മുസ്ലിമായി ജീവിച്ചത്. 4 കൊല്ലവേ ജീവിച്ചുള്ളൂ. ആ സഹാബി മരിച്ചപ്പോഴല്ലേ മലിക്കുൽ ജബ്ബാറായ പടച്ചവന്റെ സിംഹാസനം കുലുങ്ങി പോരെ. അല്ലാഹുവിന്റെ സിംഹാസനം കുലുങ്ങിയടാ. ആകാശവും ഭൂമിയും സർവ്വ വസ്തുക്കളും കരഞ്ഞ ദിവസവാ. നീ മരിച്ചാൽ ആര് കരയുവടാ? നീ മരിച്ചാൽ ആര് കരയും മോനെ? നിന്റെ ജനാസ റോഡിലൂടെ കൊണ്ടുവരുമ്പോ അല്ലാഹുവേ വൃക്ഷത്തിന്റെ ഇല പറയും അൽഹംദുലില്ലാഹ്, ഒരു വൃത്തികെട്ടവൻ പോയല്ലോ പടച്ചവനെ. അല്ലാഹുവേ ഒരു വൃത്തികെട്ടവൻ പോയി കിട്ടിയല്ലോ. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, സഅദ് ഇബ്നു മുആദ് എന്ന ചെറുപ്പക്കാരൻ മരിച്ചപ്പോൾ അല്ലാഹുവിന്റെ അർശ് കുലുങ്ങുകയാണ്. മുഖത്ത് വല്ലാത്ത ചിരിയായിരുന്നു. ഈ ചെറുപ്പക്കാരന്റെ ജനാസ ചുമന്നുകൊണ്ട് വരുമ്പോ അല്ലാഹുവിന്റെ പ്രവാചകനെ തള്ളവിരൽ കുത്തികെട്ട് നടന്നു പോവുകയാണ്. സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിനോട് ചോദിച്ചു, നബിയേ മയ്യത്തിന് ഭാരമില്ല നബിയേ, മയ്യത്തിന് ഭാരമില്ല നബിയേ. യാ സ്വഹാബാ, മയ്യത്ത് കെട്ടിലെ തോളിൽ ചുമ്മാതെ വെച്ചിരിക്കുകയാ, ചുമക്കുന്നത് മലക്കുകളാണ് സഹാബാ. അല്ലാഹുവിന്റെ റസൂലിന്റെ സഹാബിയാ മഹാനായ ഇബ്നു ഹജർ തങ്ങൾ പറയുകയാണ്, ഖബർ കുടിച്ചു കൊണ്ടിരിക്കുമ്പോ വല്ലാത്ത സുഗന്ധം, ഖബർ കുടിച്ചു കൊണ്ടിരിക്കുമ്പോ ഓരോ അടി കുടിക്കുമ്പോഴും വല്ലാത്ത സുഗന്ധമാണ്. അവസാനം ഒരു പിടി മണ്ണ് വാരി ആരും കാണാതെ മടിയിൽ വെച്ചു. വീട്ടിൽ ചെന്നിട്ട് നോക്കുമ്പോ വല്ലാത്ത സുഗന്ധമാണ്. ഈ ഖബർ കുടിച്ച മനുഷ്യനുണ്ടല്ലോ, സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വപ്നം കണ്ടു. പാതിരാത്രിയിൽ ചോദിച്ചു, സഅദ് എങ്ങനെ കിട്ടി സഅദ്, എങ്ങനെ കിട്ടി സഅദ്? ഈ പ്രതിഫലം കിട്ടാ നീ എന്താ ചെയ്തത്? അവിടെന്ന് പറയുകയോ, ഞാൻ പിടിച്ച സുന്നത്ത് നോമ്പിന്റെയും ഞാൻ ഓതിയ ഖുർആനിന്റെ പ്രതിഫലമാണ് എന്ന് പറഞ്ഞു എന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ, ഇന്നു മുതൽ ഖുർആൻ ഓതാതെ ഉറങ്ങല്ലേ, ഇന്നു മുതൽ ഖുർആൻ ഓതാതെ ഉറങ്ങല്ലേ. മഹാനായ അബൂ ഉമാമത്തുൽ ബാഹിരി റളിയല്ലാഹു തആല പറയുകയോ, അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിലെ ഒരായത്ത് ആര് എല്ലാ ദിവസവും ഓതുന്നു, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് ത്വാഹ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ആയത്ത് എല്ലാ ദിവസവും ഓതിയ നിങ്ങളുടെയും സ്വർഗത്തിന്റെയും ഇടയിൽ ഒറ്റ ഒരു മരണം മാത്രമാണെന്ന് നബിയുന റസൂലുള്ളാഹി. ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഇൻഷാ അല്ലാഹ് ഓതിക്കൂടെ? ഉറക്ക ഇൻഷാ അല്ലാഹ് പറ, ഉറക്ക ഇൻഷാ അല്ലാഹ് പറ. അല്ലാഹു ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൽ ബഖറ, അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ സൂറത്താണ് സൂറത്തുൽ ബഖറ. ആ സൂറത്തുൽ ബഖറയിൽ ഒരു ആയത്തുണ്ട്, ആയത്തുൽ കുർസി എന്ന് പറയും. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ ആയത്തുൽ കുർസി എന്ന് പറയുന്ന ഒരു ആയത്തുണ്ട്. എല്ലാവരും ഒന്ന് ഓതിക്കേ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനത്തുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يعوده حفظهما وهو العلي العظيم. ഈ ആയത്ത് ആര് എല്ലാ ദിവസവും ഓതുന്നു, അവന്റെയും സ്വർഗത്തിന്റെയും ഇടയിൽ മരണമെന്ന ഒരു മറയല്ലാതെ മറ്റൊരു മറയുമില്ലെന്ന് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം.
അള്ളാഹു ഓതാനുള്ള ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഷലോദി കൂടെ ഒരുറക്ക ഇൻഷാ അല്ലാഹ് പറ. ഉറക്കെ അള്ളാഹുവേ ഈ സദസ്സിൽ ഇരുന്നു കൊണ്ട് ഉറക്ക ഇൻഷാ അല്ലാഹ് പറയുന്നവർക്ക് ഈ ഇൻഷാ അല്ലാഹ് പറയുന്ന അതേ ശബ്ദത്തിൽ മരിക്കണ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാനുള്ള ഭാഗ്യം കൊടുക്കണേ പടച്ചവനെ. പറ ഇൻഷാ അല്ലാഹ്. അള്ളാഹു കബൂലാക്കുമാറാകട്ടെ. ചെറുപ്പക്കാരൊക്കെ ചിരിക്കണ്, അളിയ ഈ ഉസ്താദ് കൊള്ളാം, അപ്പൊ നിസ്കരിക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഒറ്റ ആയത്ത് ഓതിയ സ്വർഗം കിട്ടുമല്ലേ അല്ലേ? ഒറ്റ ആയത്ത് ഓതിയ സ്വർഗം കിട്ടുമെങ്കിൽ പിന്നെ നിസ്കരിക്കണ എന്തിനായില്ല? ഐസ് കട്ടയെ പെയിന്റ് അടിക്കരുത്. ഇത് എപ്പോഴാ ഓതണ്ടെന്നറിയോ? നിസ്കാരം കഴിഞ്ഞിട്ട് നിസ്കാര ഫയലിരുന്ന. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സമയം 10 അപ്പൊ നിർത്തേണ്ട സമയമായ ഖാലിദ്. എനിക്ക് ഒരു കാര്യം കൂടെ പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരിക്കുമെങ്കിൽ ഞാൻ പറയും, ഇല്ലെങ്കിൽ ദുആ ചെയ്യും. എന്ത് വേണം ഉസ്താദ്? പറയണമെന്ന് ആഗ്രഹമുള്ളവർ കൈബുക്ക്. ഇവിടെ എങ്ങാണം പിരിവുണ്ടായിരുന്നെങ്കിൽ അല്ലാഹു. ഇവിടെ ബക്കറ്റ് കളക്ഷൻ പോലും ഇല്ല. പടച്ചവനെ വയല് പറയാൻ വേണ്ടി തന്നെ ഒരു സദസ്സ്, സാധാരണ പിഴിയാൻ വേണ്ടിയാ വയല്. സത്യം പറഞ്ഞാല് എനിക്കിപ്പോ വന്ന് പിരിക്കാത്ത സദസ്സ് വയ്യ. പിരിച്ചങ്ങ് ശീലമായിപ്പോ. ഇപ്പൊ അങ്ങനെ ആയി, പിരിച്ചാലേ പറ്റത്തോളൊരു സമാധാനം. ഇവിടെ അതും ഇല്ല. അള്ളാഹു എന്തായാലും ഞങ്ങൾക്കൊക്കെ നൽകിയ സമ്പത്ത് അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. അള്ളാഹു നിലനിർത്തി തരുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മൂന്നാമത് വലിയ പേടിയ വയലൊക്കെ നിർത്താം. വയല് പറഞ്ഞു ആദ്യകാലങ്ങളിലൊക്കെ ഉസ്താദന്മാര് വയല് പറയണ കേൾക്കുമ്പോൾ വലിയ കൊതിയായിരുന്നു വയല് പറയാൻ. ഇപ്പം പേടിയായി തുടങ്ങി. നിർത്താൻ പോവാ. മനസ്സ് പറഞ്ഞും വയലൊക്കെ നിർത്താൻ. കാരണം എന്തേ? അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു, ഞാൻ ഈ വിഷയം നോക്കിയതോടുകൂടി ഒരു തീരുമാനത്തിലെത്തി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അള്ളാഹു നരകം കത്തിക്കുന്നത് 3 വിഭാഗം ആൾക്കാരുടെ ശരീരം വെച്ചിട്ടാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളൊക്കെ തീപ്പെട്ടി അരച്ചിട്ടില്ലേ കത്തിക്ക? തീപ്പെട്ടി ഉരച്ചിട്ട് ചെറിയ വിറകൊക്കെ വെച്ച് മണ്ണെണ്ണ ഒഴിച്ചിട്ട് തുടങ്ങില്ലേ? അള്ളാഹു നരകം കത്തിക്കാൻ വേണ്ടി ആദ്യം എടുത്തു വെക്കണ വിറക് 3 ആൾക്കാരുടെ ശരീരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. നിങ്ങളാരും അല്ലപ്പ പേടിക്കണ്ട. ഒന്നാമത്തെ വിഭാഗം നിങ്ങളല്ല. അള്ളാഹു നരകം കത്തിക്കാൻ ആദ്യം എടുത്തു വെക്കണ വിറക് ആരുടെ ശരീരം എന്നറിയോ? അറിയോ? ഒരു ആലിമിന്റെ ശരീരമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. അള്ളാഹു കാക്കുമാറാകട്ടെ. ഉസ്താദല്ലേ പോട്ടാടാന്നല്ല, ഒരു ആമീൻ പറ. അള്ളാഹു കാക്കുമാറാകട്ടെ. ഒരു ഉസ്താദ് കട ഉദ്ഘാടനം ചെയ്യാനും വയൽ ഉദ്ഘാടനം ചെയ്യാനും വീടിന് കുറ്റിയടിക്കാനും മാത്രമല്ല ഉസ്താദ്, നരക ഉദ്ഘാടനം ചെയ്യാൻ ഈ ചങ്ങാതിമാരെ പറ്റും. കാരണം എന്തേ? ഏത് ഉസ്താദാ? ചില ഉസ്താദന്മാരുടെ വയല് നരകത്തെ കുറിച്ചൊക്കെ പറയണേട്ടാ വിചാരിക്കും പടച്ചവനെ നരകം കണ്ണിന്റെ മുന്നിൽ നിൽക്കുന്ന രീതിയിലാ വയല് പറയണേ. ഇങ്ങനൊക്കെ വയല് പറഞ്ഞ് ഈ വയല് കേട്ടിട്ട് ചെറുക്കളയിലെ ഏറ്റവും വലിയ കുടിയനും നന്നായി. ഇവന്റെ ജീവിതം വല്ലാത്ത നല്ല ജീവിതം, പെട്ടെന്ന് മരിച്ചു. പരലോകത്തിൽ എല്ലപ്പോ അല്ല പറഞ്ഞു കയറിപ്പോടാ സ്വർഗത്തിൽ. ഒരുപാട് തെറ്റൊക്കെ ചെയ്തിട്ടുണ്ടില്ല, കയറിപ്പോടാ. ഈ മനുഷ്യനെ സ്വർഗത്തിൽ പറഞ്ഞു വിട്ട്. ഈ മനുഷ്യൻ ഇങ്ങനെ സ്വർഗത്തിലേക്ക് പോകുമ്പോ ഈ വയല് പറഞ്ഞ ഉസ്താദിനെ മലക്കുകൾ കെട്ടി വലിച്ചുകൊണ്ട് പോവാ നരകത്തിലേക്ക്. ഉസ്താദിനെ ചങ്ങലയിലിട്ട് വലിച്ചോണ്ട്. ഉസ്താദ്, ഈ ചങ്ങാതിക്ക് എന്റെ പൊന്നാര ഉസ്താദെ, നിങ്ങളുടെ വഴുത് കേട്ടിട്ടാ ഞാൻ നന്നായി, ഞാൻ സ്വർഗത്തിൽ പോയി, നിങ്ങൾ നരകത്തിലാ. അതെന്താ ഉസ്താദെ അങ്ങനെ സംഭവിച്ചത്? മോനെ, എനിക്ക് മൈക്ക് കിട്ടുമ്പോ പറയണ സ്വഭാവം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, ചെയ്യണ സ്വഭാവം ഇല്ലായിരുന്നെന്ന്. ഞാൻ പറയാറേ ഉള്ളൂ, ഈ പറയണ കാര്യമൊന്നും ഞാൻ ചെയ്യാറില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. മനസാക്ഷി ചോദിച്ചു തുടങ്ങി, സിറാജ ഈ പ്രസംഗിക്കണ മുഴുവനും നീ ചെയ്യുന്നുണ്ടോന്ന്. അതുകൊണ്ടൊരു പേടിയായി തുടങ്ങി. അള്ളാഹു നന്നാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അതുകൊണ്ട് അള്ളാഹിന്റെ റസൂല് പറയുന്ന 3ാമത്തെ വിഭാഗം, നരകത്തിന്റെ തീക്കകത്ത് വലിച്ചെറിയുമ്പോ നരകത്തിന്റെ തീ തൊടാത്ത 3ാമത്തെ വിഭാഗം മഹ്ദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ പറയുക, ഒരു കാരക്കയുടെ ഒരു കീറെങ്കിലും നീ സദഖ കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണേ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരല്പമെങ്കിലും അള്ളാഹു നിങ്ങൾക്ക് തന്ന സമ്പത്തിൽ ഒരല്പമെങ്കിലും, ഒരു കാരക്കയുടെ കീറെന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കി. ഒരു കാരക്ക അതിന്റെ പകുതിയെങ്കിലും നീ സദഖ കൊടുത്തിട്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ നമുക്ക് അള്ളാഹു തന്നത് എത്ര കൊടുക്കണം? നമുക്ക് അള്ളാഹു ഇതൊക്കെ തരുമ്പോ, ഈ സമ്പത്തൊക്കെ അള്ളാഹു നിങ്ങൾക്ക് തരുമ്പോ നിങ്ങൾ വിചാരിക്കണത് അള്ളാഹിന് നിന്നെ വല്ലാത്ത സ്നേഹമെന്നാ. എന്റെ നിസ്കാരത്തഴമ്പ് കണ്ടിട്ട് അള്ളാഹ് വാരി തന്നെയെന്നാ വിചാരിക്കണേ. എന്റെ പൊന്നു മനുഷ്യ, ഒരിക്കലല്ല, നിനക്ക് 8ന്റെ പണി തരാൻ അള്ളാഹ് ഇത് തന്നിരിക്കണേ. മഹാനായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്നത് മഹാനായ സുലൈമാൻ നബി അലൈഹിസ്സലാം. അള്ളാന്റെ പ്രവാചകന്മാരിൽ ഏറ്റവും അവസാനം. കാരണം എന്തേ? ഏറ്റവും കൂടുതൽ സമ്പത്ത് കിട്ടിയ ആളാ. ഏറ്റവും കൂടുതൽ സമ്പത്ത് കിട്ടിയത് അള്ള ചോദിച്ചതിന് മുഴുവനും മറുപടി പറഞ്ഞിട്ടാ പോണേ.
പ്രവാചകന്മാരിൽ ഏറ്റവും സഹാബത്തിൽ ഏറ്റവും അവസാനം സ്വർഗത്തിൽ കിടക്കുന്നതും ഒരു പണക്കാരനായി സഹാബിയെ മുട്ടുകാലിലെ ഇഴഞ്ഞു വരണേ. എന്തേ താമസിച്ചത്? നബിയെ നിന്ന് പറഞ്ഞ് ഇരുന്ന് പറഞ്ഞ് നടക്കാൻ വയ്യ, ഇഴഞ്ഞാ വരണേ. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരു പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്നിട്ട് 50,000 കൊല്ലം കഴിഞ്ഞിട്ട് ചെർക്കളയിലെ പണക്കാരൻ സ്വർഗത്തിൽ കിടക്കുകയെന്ന് നബിയിന റസൂലുള്ളാഹി. ചെർക്കളയിലെ ഏറ്റവും പാവപ്പെട്ടവൻ സ്വർഗത്തിൽ കടന്നിട്ട് 50,000 കൊല്ലം കഴിഞ്ഞിട്ട് ഇവിടുത്തെ കോടീശ്വരം പോകൂ. അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, പാവങ്ങളെ കാണുമ്പോൾ പള്ളിയുടെ വെളിയിൽ ജുമാ നിസ്കാരം കഴിഞ്ഞിറങ്ങുമ്പോൾ ഇരുന്ന് യാചിക്കുന്നവന്റെ മുന്നിൽ 10 രൂപ എടുത്ത് വലിച്ചെറിഞ്ഞിട്ട് പുച്ഛത്തോടെ ഒരു നോട്ടം നോക്കിയിട്ട് ഇവനൊന്നും വേറെ പണിയില്ല എന്ന് നിന്റെ ആ നോട്ടത്തിലുണ്ട്. എൻ്റെ സഹോദര, നിന്നെയും ഇതുപോലെ കൊണ്ടവിടെ ഇരുത്താൻ അള്ള കഴിവുള്ളവനാ, മറക്കരുത്. പാവപ്പെട്ടവനെ കാണുമ്പോൾ നിനക്ക് പുച്ഛവാ. വീടിന്റെ മുന്നിൽ ഉമ്മമാരുടെ ചെവി നോക്കിയാലും സ്വർണ്ണ ഇടാൻ സ്ഥലമില്ല, പള്ളിക്കൂടി പോകാൻ സമയമായി. ഈ ഉമ്മാടെ വീടിന്റെ പുറകിലും 10-28 കൊല്ലം കൊണ്ട് അള്ളാനെ പേടിച്ച് വിവാഹപ്രായം കഴിഞ്ഞിട്ട് ജീവിക്കുന്ന യതീമായ പെൺകുട്ടി, അവളുടെ ഉമ്മ വന്നിട്ട് എന്തെങ്കിലും തരുമോ എന്ന് നിൽക്കുമ്പോ കളിയാക്കാതിരിക്കാൻ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അള്ളാന്റെ റസൂല് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകൻ ആയിഷ ബീബി റളിയല്ലാഹു തആല പറയുകയാണ്, ഒരു കാരക്കയുടെ കീറ് കൊടുത്തിട്ടെങ്കിലും നീ നരകത്തിൽ നിന്ന് രക്ഷപ്പെടണമെന്ന് പഠിപ്പിച്ചു തരുമ്പോ ഈ പാതിരാത്രി കടന്നു വന്നവര് അള്ളാഹുവിന്റെ റസൂല് പറയുന്ന പാപങ്ങളെ സഹായിച്ചോ, യതീമീങ്ങളെ സഹായിച്ചോ, പള്ളികൾക്ക് വേണ്ടി കൊടുത്തോ, ദീനിന് വേണ്ടി കൊടുത്തോ, ഒരിക്കലും കുറഞ്ഞു പോകൂല. പാവപ്പെട്ടവനെ കൊടുക്കാനുള്ള മനസ്സ് നിനക്കുണ്ടോ? നിനക്ക് കിട്ടുന്ന പ്രതിഫലം അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, വയുതഇമൂന തഅമലാ ഹുബ്ബിഹി മിസ്കീനൻ വയതീമൻ വഅസീറാ ഇന്നമാ നുതഇമുകും ലിവജ്ഹില്ലാഹ് ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുകൂറാ ഇന്നാ നഖാഫു മിർ റബ്ബിനാ യൗമൻ അബൂസൻ ഖംതരീറാ ഫമകാഹുമുല്ലാഹു ശർറ ذلك اليوم ولكاه نظرة وسرورا. അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, യതീമീങ്ങൾക്ക്, മിസ്കീനുകൾക്ക്, പാവപ്പെട്ടവർക്ക്, രോഗികൾക്ക്, വിവാഹപ്രായം കഴിഞ്ഞവർക്ക്, മദ്രസയ്ക്കും പള്ളിക്കും ദീനിനും വേണ്ടി സദഖ കൊടുക്കുന്ന മനുഷ്യ, നിനക്ക് കിട്ടുന്ന ഒന്നാമത്തെ പ്രതിഫലം അള്ളാന്റെ പരലോകത്ത് നീ പേടിക്കണ്ട, അള്ളാന്റെ കോടതിയിൽ നീ പേടിക്കണ്ട. ഫവകാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം. അള്ളാഹുവിന്റെ പരലോകത്ത് കിടന്ന് കരയേണ്ട ആവശ്യം നിനക്കില്ല. അവിടെ ചെമ്പിന്റെ തലയുടെ മുകളിൽ സൂര്യദിച്ച് നിൽക്കുന്ന പടച്ചവന്റെ കോടതിയുണ്ടല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറയുകയാണ്, അന്നെങ്ങാനും ഒരു ഗർഭിണിയായ പെണ്ണുണ്ടെങ്കിൽ അവള് പ്രസവിക്കുന്ന വേദന പോലും അറിയില്ല. ഈശോ, പാല് കൊടുത്തുകൊണ്ടിരിക്കുന്ന ചോരക്കുഞ്ഞിനെ വലിച്ചെറിഞ്ഞിട്ട് മാതാവോടി ഒളിക്കുന്ന ദിവസമാണ് ഈശോ. ആ പരലോകമുണ്ടല്ലോ. മഹാനായ തഴവ ഉസ്താദ് പറഞ്ഞതുപോലെ ചൂടുള്ള നാളുണ്ട് കിയാമന്നാളാ, ചുരുക്കി പറഞ്ഞാൽ എന്തു ഹാലാ ചൂള. വൻദോസ വണ്ടിയുമായി വരുന്നേ കാളാ, സീണത്തിനാൽ ഒലിക്കുന്നതാണ് ഈള. സുഹൃത്തുക്കളെ തിളയ്ക്കുന്നതാണ് മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്നാൽ കോളോ. പടച്ചവരെ, തലയുടെ മുകളിൽ സൂര്യൻ ഉദിച്ചു നിന്നിട്ട് അന്ന് തലച്ചോറ് തിളയ്ക്കും ചെറുപ്പക്കാരാ. അന്ന് വിയർപ്പ് താഴൂല പൊന്നുമോന്, അരവര മുട്ടുവര കടിച്ചു വര വിയർപ്പിൽ കിടന്ന് മുങ്ങുകയാണ്. അതാ കാള നടന്നു വരുമ്പോ ചൂട് സഹിക്കാൻ കഴിയാതെ വായിലൂടെ നൊരയും പതയും വരുന്നത് പോലെ അള്ളാന്റെ കോടതിയിൽ നിന്നിട്ട് നിന്റെ വായിലൂടെയും മൂക്കിലൂടെ ഒലിക്കും ചെറുപ്പക്കാരാ. അന്നത്തെ ദിവസം രക്ഷപ്പെടണോ?
മഹാനായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, കോടീശ്വരനായ മനുഷ്യനുണ്ടല്ലോ, ദുനിയാവിലെ വെച്ച് പടച്ചവൻ കൊടുത്തിട്ട് കൊടുക്കാത്തവൻ, ഇവൻ നാളെ പടച്ചവന്റെ പരലോകത്ത് നരകം കാണുമ്പോ അല്ലാഹുവോട് പറയുമല്ലോ, എന്നെ ഒരിക്കൽ കൂടെ ചെറുക്കളയിലൊന്ന് മടക്കുമോ, എന്റെ എല്ലാ ദീനിന് കൊടുക്കാമല്ലോ, ഒരവസരം തരുമോ, ഒരവസരം തരുമോ? അല്ല പറയും, നീ പറയുന്നത് കള്ളമാടാ, നിന്നെ ഒരു പ്രാവശ്യമല്ല 10 പ്രാവശ്യം നിന്നെ ദുനിയാവിലേക്ക് മടക്കിയാൽ നീ 1 രൂപ പോലും കൊടുക്കാത്ത പിശുക്കരാട്, നിന്നെ കൊണ്ട് കഴിയില്ലടാ. അവസാനം ഈ മനുഷ്യൻ നരകത്തിന്റെ മുന്നിൽ കിടന്ന് കരയുമ്പോ അല്ലാഹു പറയും, ഒരുപാട് നന്മയൊന്നും വേണ്ട, ഒരേ ഒരു നന്മ കൊണ്ടുവന്ന നിനക്ക് ഞാൻ ഇന്ന് സ്വർഗം തരാമെന്ന് പറയുമ്പോൾ ഈ മനുഷ്യൻ പരലോകത്ത് കടന്ന് തെണ്ടുകയാണ്. എല്ലാവരുടെ മുന്നിൽ പോയി യാചിക്കുമാരും കൊടുക്കൂല. അവസാനം അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഈ മനുഷ്യൻ നോക്കുമ്പോ തന്റെ പൊന്നുമകൻ ഒരുപാട് നന്മകളുമായി സ്വർഗത്തിലേക്ക് കടന്നു പോവുകയാണ്. വളരെ ആഗ്രഹത്തോടെ യാ ബുനയ്യ ഉക്രിമു, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, യാ ബുനയ്യ, വാപ്പാന്റെ പൊന്നുമോനെ, നിന്റെ നന്മയിൽ നിന്നൊരെണ്ണം എനിക്ക് താടാ. തന്നെന്ന് പറഞ്ഞ് നിന്നെ റബ്ബ് നരകത്തിലാക്കൂലല്ലോ, കുറഞ്ഞു പോകൂലല്ലോ. ഒരു നന്മ എനിക്ക് താ പൊന്നുമോനെ, ഞാൻ കൂടെ നിന്റെ സ്വർഗത്തിൽ, ഞാൻ കൂടെ നിന്റെ കൂടെ അല്ലാഹുവിന്റെ സ്വർഗത്തിലൊന്ന് കിടക്കട്ടെ. പടച്ചവന്റെ മുന്നിൽ പോയി കിടന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ, ആ പൊന്നുമോന്റെ മുന്നിൽ കിടന്ന് തെണ്ടുമ്പോ അവന് കണ്ട പരിചയം പോലും കാണിക്കൂല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഫവഖാഹുമുല്ലാഹു ശർറ ദാലികൽ യൗം വലക്കാഹു റളറതൻ വസുറൂറാ. രണ്ടാമത്തെ പ്രതിഫലമുണ്ടല്ലോ, മലിക്കുൽ ജബ്ബാറായ അല്ലാഹയെ നീ ഇന്ന് വരെ കണ്ടിട്ടില്ലല്ലോ, അല്ലാഹനെ ഇന്ന് വരെ നമ്മളെ കണ്ടിട്ടില്ലല്ലോ. ആ പടച്ചവനെ കാണാനുള്ള ഭാഗ്യമാണ്, ആ പടച്ചവനെ കാണാനുള്ള ഭാഗ്യമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട്, പാപങ്ങളെ മറക്കല്ലേ, യതീമീങ്ങളെ മറക്കല്ലേ. എന്റെ പ്രിയപ്പെട്ട പെണ്ണ്, നിനക്ക് സ്വർഗം വെറുതെ കിട്ടുമെന്ന് കരുതല്ലേ. വിഭാഗത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടല്ലോ എന്തേ റബ്ബേ, അല്ലാഹു പണം തന്നെന്ന് പറഞ്ഞ് ഇത്ര കൊടുപ്പ് കാണിക്കടോ വാപ്പാ. നിന്റെ വിഭാഗത്തിന്റെ, നിന്റെ മക്കളുടെ വിഭാഗത്തിന് ചെലവഴിക്കുന്ന ആവശ്യമില്ലാത്ത പണമുണ്ടല്ലോ, അനാമത്ത് ചെലവുണ്ടല്ലോ. മക്കളെ കെട്ടിച്ചു വിടുമ്പോ നല്ല രീതിയിൽ കെട്ടിച്ചു വിടും, കുഴപ്പമില്ല. പക്ഷേ ആവശ്യമില്ലാതെ പണം കളയുമ്പോ ആ പണം മതിയല്ലോ ഒരു പാവപ്പെട്ട പെൺകുട്ടിയുടെ ജീവിതത്തിന് വേണ്ടി. എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, വല്ലാത്ത വേദനയുണ്ട് പൊന്നുമോര്. വിവാഹം കഴിഞ്ഞ് തന്റെ കൂട്ടുകാരനെ കാറിൽ കൊണ്ടുപോകുമ്പോ, അല്ലാഹുവേ, പ്രസിഡന്റിന് പോലുമില്ല, പ്രധാനമന്ത്രിക്ക് പോലുമില്ലാതെ ആ വണ്ടിയുടെ പുറകിൽ കാണുന്നതിനേക്കാൾ പടച്ചവരെ എണ്ണയടിച്ചിട്ട് കാറിന്റെ പുറകിൽ കിലോമീറ്ററുകളോളം ക്യൂ നിന്നിട്ട് വണ്ടി ഓടിക്കുന്ന ചെറുപ്പക്കാരാ, ഈ എണ്ണയുടെ പൈസ എങ്ങാണം നീ സദക്ക കൊടുത്താ നിന്റെ ജീവിതം സന്തോഷമാ പൊന്നുപോര്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട പെങ്ങളോട്, മഹാനായ അസ്റഫുൽ ഖൽഖായ തങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് ഒരു പാപപ്പെട്ട മനുഷ്യൻ കടന്നു വന്നിട്ട്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഭക്ഷണം കഴിച്ചിട്ട് ദിവസങ്ങളായി നബിയേ, എനിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാൻ തരുവോ? അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിൽ വന്ന് കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ റസൂൽ ആയിഷ ബീവിയുടെ മുഖത്തേക്ക് നോക്കുകയാ. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ തലകുനിച്ച് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, കുടിക്കാനുള്ള പച്ചവെള്ളം പോലെ ഈ വീടിനകത്തില്ല നബിയേ.
ലോകത്തിന്റെ നേതാവിന്റെ കുടുംബത്തിന്റെ അവസ്ഥയാണ്. പച്ചവെള്ളം പോലും ആ വീടിനകത്തില്ല. അള്ളാന്റെ റസൂൽ ആ മനുഷ്യനെ ഫാത്തിമ ബീബിയുടെ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാ. ആ മനുഷ്യനെ ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ വീടിന്റെ മുന്നിൽ ചെന്നിട്ട് പറയുന്നു, ഫാത്തിമ എന്തെങ്കിലും കഴിക്കാൻ തരുമോ? ഈ ഇട്ടിരിക്കുന്ന വസ്ത്രമല്ലാതെ എന്റെ കയ്യിൽ വേറെ ഒരു വസ്ത്രമില്ല ഫാത്തിമ. രാത്രി കിടക്കുമ്പോ പുതയ്ക്കാ ഒരു പുതപ്പ് പോലും എനിക്കില്ല ഫാത്തിമ. ഫാത്തിമ റളിയല്ലാഹു തആല വീടിനകത്ത് കയറിയിട്ട് തിരഞ്ഞു നോക്കി. കൊടുക്കാ ഭക്ഷണമില്ല, കൊടുക്കാ പണമില്ല, കൊടുക്കാ വസ്ത്രമില്ല. അല്ലാഹുവേ, നോക്കുമ്പോഴതാ രണ്ട് മക്കളുണ്ടല്ലോ, ഹസൻ ഹുസൈൻ തങ്ങളുണ്ടല്ലോ. രണ്ടുപേരും ഒരു പുതപ്പ് താഴെ വിരിച്ചിരിക്കുന്നു. ഒരു ഭാഗം വിരിച്ചിരിക്കുന്നു, അതിൽ മക്കളെ കടത്തിയിട്ട് മറുഭാഗം പുതച്ചിട്ടിരിക്കുകയാ. ഫാത്തിമ റളിയല്ലാഹു തആല ഓടി ചെന്നിട്ട് മക്കളെ എടുത്ത് താഴെ കിടത്തി. ആ വിരിപ്പ് നല്ലപോലെ മടക്കി വെളിയിൽ നിൽക്കുന്ന പാവപ്പെട്ടവന്റെ കയ്യിൽ കൊണ്ടുകൊടുത്തു. ആ വൃദ്ധനായ മനുഷ്യനത് വാങ്ങിയിട്ട് പറയുന്നു, ഫാത്തിമ എനിക്കിതല്ല വേണ്ടത്, എനിക്കിതല്ല വേണ്ടത്. 3 ദിവസം കൊണ്ട് കാരക്കയും പച്ചവെള്ളവും കഴിച്ചിട്ട് നടക്കുകയാ. ഇന്ന് അതും തീർന്നിരിക്കുന്നു ഫാത്തിമ. എനിക്ക് വല്ലാതെ വിശക്കുന്നു ഫാത്തിമ. അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളല്ലേ, അള്ളാന്റെ റസൂലിന്റെ പൊന്നുമോളല്ലേ. പ്രവാചകന്റെ കണ്ണ് പോലാ നിന്റെ കണ്ണിരിക്കുന്നത്. നീ നടന്നു വരുന്നത് കണ്ടാ നിന്റെ വാപ്പ നടന്നു വരുന്നത് പോലെയാണ് ഫാത്തിമ. എനിക്ക് എന്തെങ്കിലും ഒന്ന് തിന്നാൻ തരുമോ? ഫാത്തിമ റളിയല്ലാഹു തആല വീണ്ടും വീടിനകത്ത് കയറി തിരയുകയാണ്. വീട് മുഴുവനും തെരഞ്ഞു നോക്കി, ഒന്നുമില്ല. അല്ലാഹുവേ, സുജൂദിൽ കടന്ന് കരയുകയോ. പടച്ചവരെ, വീടിന്റെ വെളിയിൽ വിശക്കുന്ന വയറോട് എന്റെ വാപ്പയുടെ പ്രായമുള്ളവരെ മനുഷ്യൻ വന്ന് യാചിക്കുമ്പോ ആ മനുഷ്യന് കൊടുക്കാൻ എന്റെ കയ്യിലൊന്നുമില്ലല്ലോ റബ്ബേ. കരഞ്ഞുകൊണ്ടിരിക്കുമ്പോ എന്തോ ഓർമ്മ വരികയാണ്. ഫാത്തിമ റളിയല്ലാഹു തആല ഓടിച്ചെന്ന് തുണികളെല്ലാം എടുത്ത് മാറ്റുകയാണ്. ഒരു ചെറിയ പൊതിയെടുക്കുകയോ. ആ പൊതി അങ്ങോട്ട് എടുക്കുമ്പോഴേ ഫാത്തിമാന്റെ കണ്ണ് നിറയുകയാണ്. ആ പൊതിക്കകത്തൊരു ചെറിയ മാല ഇരിക്കുകയാണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അത് ചുണ്ടിലേക്ക് ചേർത്ത് പിടിച്ചിട്ട് ചുംബനം കൊടുക്കുകയാണ്. വീടിനകത്തിരുന്ന് തേങ്ങി തേങ്ങി കരയുകയാ. വെളിയിൽ നിൽക്കുന്ന മനുഷ്യനാ കരച്ചലിന്റെ ശബ്ദം കേൾക്കുകയാണ്. കുറെ സമയം കഴിയുമ്പോ കണ്ണീര് തുടച്ചുകൊണ്ട് വെളിയിൽ നിൽക്കുന്ന മനുഷ്യന്റെ കയ്യിലേക്ക് ആ മാല കൊണ്ട് കൊടുത്തിട്ട് പറയുകയാ, ആകെ എന്റെ കയ്യിലുള്ളത് ഇതാണ്, ഇത് വിറ്റിട്ട് കിട്ടുന്ന പണം കൊണ്ട് ഭക്ഷണം വാങ്ങി കഴിക്കാ പറയുമ്പോ ആ മനുഷ്യൻ ചോദിച്ചു, ഫാത്തിമ എന്തിനാ നീ കരയുന്നത്? എന്തിനാ നീ കരയുന്നത്? അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് മിണ്ടുന്നില്ല. വാതിലടച്ചകത്തേക്ക് കയറുകയാണ്. പുതപ്പ് കിട്ടി, സ്വർണത്തിന്റെ മാല കിട്ടി. വളരെ സന്തോഷത്തോടെ ഇലാ ഹദറത്തി റസൂലില്ലാ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു ചെല്ലുകയാണ്. എന്നിട്ട് പറയുന്നു, നബിയേ, അങ്ങയുടെ പൊന്നുമോൾ എനിക്ക് പുതപ്പ് തന്നു നബിയേ, എനിക്ക് മാല തന്നു നബിയേ. പക്ഷേ ഒരു സംശയം നബിയേ, യാ റസൂലല്ലാഹ്, ഈ മാല എനിക്ക് ഫാത്തിമ എടുത്തു തരുമ്പോ വല്ലാതെ കരഞ്ഞു നബിയേ. ഞാൻ ചോദിച്ചിട്ട് എന്തെന്ന് പറഞ്ഞില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ പൊന്നുമോള് കരഞ്ഞെന്ന് കേൾക്കുമ്പോ അവിടെന്ന് ചോദിച്ചു, ആ മാലയൊന്ന് കാണിച്ചു തരുവോ? ആ മാലയൊന്ന് കാണിച്ചു തരുവോ? ആ മനുഷ്യൻ തന്റെ കയ്യിലിരിക്കുന്ന മാലയെടുത്ത് കാണിച്ചു കൊടുക്കുമ്പോ റസൂലുള്ളാഹിന്റെ കണ്ണ് നിറയുകയാ. താടി രോമത്തിലൂടെ കണ്ണുനീരൊലിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് സഹാബത്ത് ചോദിച്ചു, നബിയേ, എന്തിനാ കരയുന്നത്? യാ സഹാബാ, എന്റെ ഖദീജാനെ ഓർമ്മ വന്നു സഹാബാ. എന്റെ ഖദീജ ധരിച്ചിരുന്ന മാലയാണ്, എനിക്കത് കണ്ടപ്പോ കരച്ചില് വന്ന് സഹാബാ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, എന്റെ പൊന്നുമോള് കരള് പറിച്ചു കൊടുത്തത് പോലെയായിരിക്കുമല്ലോ ഈ മാല
എടുത്തു കൊടുത്തത്. ഏത് മാലയെന്നറിയുവോ? ഏത് മാലയെന്നറിയുവോ? അള്ളാന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട ഭാര്യയായ ഖദീജ റളിയല്ലാഹു തആല അൻഹ, എന്റെ പ്രിയപ്പെട്ട കാസർഗോഡുള്ള ഉമ്മ ഖദീജ ആരെന്നറിയുവോ? ഖദീജ ആരെന്നറിയുവോ? അല്ലാഹു സലാം പറഞ്ഞ പെണ്ണാ. ദുനിയാവിൽ ജീവിച്ചിരിക്കുമ്പോ ഒരു ദിവസം ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നിട്ട് അവിടുന്ന് ചോദിച്ചു, നബിയേ, യാ റസൂലല്ലാഹ്, ഖദീജ എവിടെ നബിയേ? ഖദീജ എവിടെ നബിയേ? അല്ലാഹുവിന്റെ റസൂൽ അത്ഭുതത്തോടെ ചോദിച്ചു, ജിബ്രീലേ, ഖദീജാനെ എന്തിനാ തിരക്കുന്നത്? എന്റെ ഭാര്യ എന്തിനാ തിരക്കുന്നത്? യാ റസൂലല്ലാഹ്, അല്ലാഹു സലാം പറഞ്ഞു നബിയേ. ഖദീജ വരുമ്പോ അല്ലാഹു സലാം പറഞ്ഞെന്ന് പറയണേ നബിയേ. എല്ലാ ദീനിനു വേണ്ടി കൊടുത്തവളാട് അവസാനം മരണസമയത്ത് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ ഫാത്തിമ എന്ന ചെറിയ മകളെ അടുത്ത് വിളിച്ചിട്ട് ഉമ്മ പറയുന്നു, ഫാത്തിമ, നിന്റെ ശരീരം മുഴുവനും സ്വർണ്ണമിട്ട് തരാൻ എനിക്ക് ആഗ്രഹമുണ്ട് മോളെ. എന്റെ കയ്യിലൊന്നുമില്ല, എന്റെ കയ്യിലൊന്നുമില്ല, എല്ലാം പാവങ്ങൾക്ക് കൊടുത്തു ഫാത്തിമ. ഉമ്മാനെ വെറുക്കല്ലേ, ഉമ്മാനെ വെറുക്കല്ലേ, ഉമ്മയോട് നിനക്ക് ദേഷ്യം തോന്നല്ലേ? എന്നിട്ട് അവസാനം തന്റെ കഴുത്തിൽ കിടന്ന് ഒരു ചെറിയ മാലയെടുത്ത് അതിലൊരു ചുംബനം കൊടുത്തിട്ട് ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുന്നു, ഫാത്തിമ, ഉമ്മാന്റെ കയ്യിലുള്ള ആകെ സമ്പാദ്യവാ, ആകെ ഉള്ള സമ്പാദ്യവാ, കളയല്ലേ ഫാത്തിമ, കളയല്ലേ ഫാത്തിമ. മനസ്സ് വേദനിക്കുമ്പോ, ഉമ്മാനെ ഓർമ്മ വരുമ്പോ ഇതൊന്നെടുത്ത് വെച്ച് ചുംബിച്ചാ മതി ഫാത്തിമ. സക്കറാത്തിന്റെ അവസ്ഥയിൽ തന്റെ ഉമ്മയെടുത്തു കൊടുത്ത മാലയാട് എന്റെ പ്രിയപ്പെട്ട പെങ്ങള്. എത്രയോ ദിവസം അലിയാര് തങ്ങള് പട്ടിണി കിടന്നു, തിന്നാൻ ഭക്ഷണമില്ലാതെ നോമ്പ് പിടിച്ചു നടന്നു. എന്റെ പെണ്ണ് എത്ര പട്ടിണി കിടന്നിട്ടും ആ മാലയെടുത്തില്ല. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ നടന്നു പോകുമ്പോ രണ്ട് മക്കളും കടന്ന് കരയുന്ന ശബ്ദം കേൾക്കുകയാണ്. റസൂലുള്ളാഹി തങ്ങൾ ദേശത്തോടെ വീട്ടിൽ കയറി വന്നിട്ട് ചോദിച്ചു, ഫാത്തിമ, ഈ കുഞ്ഞുങ്ങൾ കിടന്ന് കരയുന്നത് കണ്ടില്ലേ? നിനക്കൊന്ന് പാല് കൊടുത്തുകൂടെ? നിനക്കൊന്ന് പാല് കൊടുത്തുകൂടെ? അല്ലാഹുവിന്റെ റസൂൽ വഴക്ക് പറയുമ്പോ ഈ ഫാത്തിമ ബീവി ഇരുന്ന് കരയുകയാണ്. പ്രവാചകനെ സഹിക്കാൻ കഴിയാതെ തന്റെ പൊന്നുമോളുടെ തല പിടിച്ചെന്നുയർത്തുമ്പോ റസൂലുള്ള നോക്കുമ്പോ ഇരുന്ന് കരയുകയാണ്. എന്തേ മോളെ കരയുന്നത്? എന്തേ മോളെ കരയുന്നത്? ഫാത്തിമ ബീബി പറയുന്നു, ഉപ്പാ, എന്റെ മക്കൾക്ക് വിശന്നിട്ട് ഞാൻ പാലിന് വേണ്ടി, എന്റെ മക്കള് വിശന്നിട്ട് പാലിന് വേണ്ടി കരഞ്ഞപ്പോ എന്റെ മാറിടമെടുത്ത് എന്റെ മക്കളുടെ വായിൽ വെച്ച് കൊടുത്തു. അവര് പാല് കുടിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ട് പാല് വരാതെ വന്നപ്പോ എന്റെ മക്കള് ദേഷ്യം കൊണ്ട് എന്റെ മാറിടത്തിൽ കടിച്ചിട്ട് രക്തം വരുന്നു. ഉപ്പാ, എന്റെ പ്രിയപ്പെട്ട പെണ്ണേ, നിന്റെ മക്കള് പാല് കുടിക്കുമ്പോ അറിയാതെ ഒന്ന് കടിച്ചാ തന്നെ നിന്നെ കൊണ്ട് കഴിയില്ലല്ലോ, നിന്നെ കൊണ്ട് സഹിക്കാൻ കഴിയില്ലല്ലോ. മക്കള് പാല് കുടിക്കാൻ നോക്കിയിട്ട് വരാതെ കടിച്ചിട്ട് പാലിന് പകരം രക്തം വരുന്നു നബിയേ. ഇതുപോലെ പട്ടിണി കടന്നിട്ടും ഉമ്മ കൊടുത്ത മാലയെടുത്തില്ല. പക്ഷേ വിശക്കുന്ന വയറോടെ വീടിന്റെ വെളിയിൽ വന്നിട്ട് എനിക്ക് എന്തെങ്കിലും ഒന്ന് തരുവോ? ഭക്ഷണം കടിച്ചിട്ട് ദിവസങ്ങളായെന്ന് യാചിക്കുമ്പോ അല്ലാഹുവേ എല്ലാം മറന്നിട്ട് എടുത്തു കൊടുത്തെന്ന് ചരിത്രം പഠിപ്പിക്കുമ്പോ നിനക്ക് സ്വർഗം വെറുതെ കിട്ടുമെന്ന് കരുതല്ലേ ഉപ്പാ. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട്, എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട്, പൊന്നുമോളെ നീയൊന്ന് ചിന്തിക്ക്. എത്ര സ്വർണമിട്ട് നടക്കുന്നവളാണെങ്കിലും ഇന്ന് രാത്രി നീ അങ്ങ് മരിച്ചു പോയാ നാളെ രാവിലെ നിന്റെ മക്കള് നിന്റെ ശരീരത്ത് കിടക്കുന്ന വസ്ത്രം ഊരുന്നതിന് മുമ്പേ
നിന്റെ സ്വർണ്ണമൂരും പെങ്ങളെ, ആദ്യം നിന്റെ കമ്മലൂര്, പിന്നെ നിന്റെ മാലയൂര്, നിന്റെ വളയും മോതിരവും ഊരിയിട്ട് വെള്ളത്തുണി എടുത്ത് നിന്റെ മുകളിൽ പുതയ്ക്കൂ. എന്ത് നേട്ടവാ പെണ്ണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പാവങ്ങളെ ഒരിക്കലും മറക്കല്ലേ, പാവങ്ങളെ ഒരിക്കലും മറക്കല്ലേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്, നരകത്തിന്റെ തീക്കുണ്ടാരത്തിൽ കൊണ്ട് വലിച്ചെറിയുമ്പോ പാവങ്ങൾക്ക് വേണ്ടി കൊടുത്തവരാ അല്ലാ, ഒരുപാട് സദക്ക ചെയ്തവരാ അല്ലാ. ഈ മനുഷ്യന്റെ ശരീരത്ത് ഞാൻ തൊടൂല റബ്ബേ എന്ന് നരകം പറയുന്ന മൂന്നാമത്തെ വിഭാഗം സദക്ക ചെയ്യുന്നവരാണ്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, പാവങ്ങളെ മറക്കല്ലേ. റജബ് മാസം കടന്നു വന്നല്ലോ. അല്ലാഹുമ്മ ബാരിക് ലനാ ഫീ റജബിൻ വശഅബാൻ വബല്ലിഗ്നാ ശഹ്റു റമളാൻ. അല്ലാഹുവിനോട് ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയാ. റമളാൻ അടുത്ത് വരികയാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവർ, ഇനിയെങ്കിലും ഒന്ന് നന്നാകാ തീരുമാനിച്ചോ. ഈ പാതിരാത്രി ഇവിടെ ഇരുന്നു കൊണ്ട് തൗബ ചെയ്തിട്ട് മടങ്ങാ. ഇന്ന് രാത്രി മരിച്ച സ്വർഗമാണ്, ഇന്ന് രാത്രി മരിച്ച സ്വർഗമാണ്. ആ ദുഃഖർ പറഞ്ഞ് ആത്മാർത്ഥമായി പൊട്ടിക്കരഞ്ഞുകൊണ്ട് റബ്ബിന്റെ മുന്നിൽ ചെയ്തു കൂട്ടിയ അപരാധങ്ങൾ മുഴുവനും കണ്ണീരിൽ കഴുകിക്കോ. കാരണം അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, നീ ചെയ്തത് നിനക്കല്ലേ അറിയൂ മനുഷ്യ, നീ ചെയ്തത് നിനക്കല്ലേ അറിയൂ. യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ, ദുആ ചെയ്യുമ്പോ നീയൊന്ന് കരയടേ. റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, ദുആ ചെയ്യുന്ന സമയത്ത് മനുഷ്യ നീ കരയടേ, നീ കരയടേ. നിന്നെ കൊണ്ട് കഴിയുന്നില്ലെങ്കിൽ നിന്റെ ഹൃദയം കരിമ്പാറയെ പോലെ കറുത്തുപോയാ